സിനിമാ താരവും മക്കൾ നീതിമയം നേതാവുമായ കമൽ ഹാസനെ രാജ്യസഭയിലേക്ക് അയക്കാൻ DMK. ഇതിന്റെ ഭാഗമായി മന്ത്രിയും DMK നേതാവുമായ ശേഖർ ബാബു കമൽ ഹാസനുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമാണ് കൂടിക്കാഴ്ച. മക്കൾ നീതിമയം ജനറൽ സെക്രട്ടറി M. അരുണാചലവും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ജൂലൈയിൽ തമിഴ്നാട്ടിൽ 6 രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവ് വരും. ഇതിലൊന്നിൽ കമൽ ഹാസനെ സ്ഥാനാർത്ഥിയാക്കാനാണ് DMK തീരുമാനം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് മക്കൾ നീതിമയം DMK സഖ്യത്തിൽ ചേരുന്നത്. മക്കൾ നീതിമയത്തിന്റെ ആദ്യ രാജ്യസഭാ MP ആയി കമൽ ഹാസൻ മത്സരിച്ചേക്കുമെന്നാണ് വിവരം. DMK മുന്നണിയുടെ ഭാഗമായ കമൽ ഹാസന് രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. നേരത്തെ CPM-ന്റെ സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂരിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച കമൽ ഹാസൻ സഖ്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പിന്നോട്ടു പോയിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂരിൽ നിന്ന് പിന്മാറണമെന്ന് കമലിനോട് DMK ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത്. ഇതിനു പകരമായി രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കമൽ ഹാസന് മാത്രമേ സീറ്റ് നൽകൂ എന്നാണ് DMK അറിയിച്ചിരിക്കുന്നത്.